ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വെജീസ് പാരഡൈസ്. ബേബോർ ബെയർജോയ് ക്ലബ്സിൻ്റെ അസോർട്ടഡ് സെലക്ഷൻ യൂറോപ്യൻ കുക്കീസാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് 2 കളറിലുള്ള ടിന്നിൽ അവൈലബിൾ ആണ്. ഞാൻ ആദ്യം കാണിച്ചതുപോലെ ക്രീം കളറിലെയും ഈ ഒരു ഓറഞ്ച് കളറിലെയും. ക്രീം കളറിലെ ടിന്നിൽ ഒള്ളി ബട്ടർ കുക്കീസാണ്. ഈ ഒരു ഓറഞ്ച് ടിന്നിൽ ബട്ടർ കുക്കീസും ചോക്ലേറ്റ് കുക്കീസും ഉണ്ട്. നല്ലൊരു മെറ്റൽ ടിന്നിലാണ് അവർ ഈ അസോർട്ടഡ് കുക്കീസ് വെച്ചിരിക്കുന്നത്. പുറമേ നല്ല ക്യൂട്ടായിട്ടുള്ള 2 ബെയേഴ്സ് ഉണ്ട്. പിന്നെ പല ഷേപ്പിലുള്ള കുക്കീസിൻ്റെ പിക്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലൂ കളറിൻ്റെ അകത്ത് വൈറ്റ് കളറിൽ ഹൗസ് പാർട്ടി ബേബോർ ബെയർ ഫസ്റ്റ് ക്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അസോർട്ടഡ് സെലക്ഷൻ ഫസ്റ്റ് ക്ലാസ് കുക്കീസ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഈ കുക്കി ടീൻ ഞാൻ വാങ്ങിയത് നമ്മുടെ വഴുതക്കാടുള്ള ആസാദ് ബേക്കേഴ്സിൽ നിന്നാണ്. അവരുടെ പല ബ്രാഞ്ചിലും ഇത് അവൈലബിൾ ആവും. ഇതിൽ ഇഞ്ചക്കൽ ജംഗ്ഷൻ ട്രിവാൻഡ്രം എന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വില 340 രൂപയാണ്. കണ്ടോ, സൈഡിലായിട്ട് കുക്കീസിൻ്റെ പിക്ചേഴ്സും അതുപോലെ തന്നെ ആ 2 ബെയേഴ്സിൻ്റെ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ് കേട്ടോ ഈ ടിന്ന് കാണാനായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഈ മെഷീൻ്റെ സാധനങ്ങൾ, അതായത് സ്യൂയിങ് മെഷീൻ്റെ നൂലും സൂചിയൊക്കെ ഇട്ട് വയ്ക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ, വേറെ ടൈപ്പ് പണ്ട് വാങ്ങിയ ടിന്നൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയും കൂടെ കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് 208 ഗ്രാമാണ്. ബാക്കിലായിട്ട് ചോക്ലേറ്റ് ബീൻ കുക്കീസ്, കൊക്കോ ഫ്ലേവർ, അതുപോലെ തന്നെ ബട്ടർ കുക്കീസ് 2ൻ്റെയും ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 2ൻ്റെയും ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ PRC എന്ന് എഴുതിയിട്ടുണ്ട്. PRC എന്ന് പറഞ്ഞാൽ പബ്ലിക് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ്. മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നാണക്കേടായി മാറിയോണ്ടായിരിക്കും അവർ PRC എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള യൂറോപ്യൻ സ്റ്റൈൽ കുക്കീസാണ് നമ്മളിന്ന് കഴിച്ചു നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. തുറക്കാനായിട്ട് ഇതിന് ചുറ്റും ഒരു ട്രാൻസ്പാരൻറ്റ് സെല്ലോ ടേപ്പ് കവറിങ് ഉണ്ട് കേട്ടോ. സെല്ലോ ടേപ്പ് എന്നാണ് നമ്മളിവിടെ പറയാറ്. കണ്ടോ, അത് ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം. നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു പണിയായിരുന്നു കേട്ടോ ഈ സാധനം ഇങ്ങനെ ഇളക്കിയെടുക്കുക എന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പാരൻറ്റ് ടേപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് നോർമലി കിട്ടുന്ന ട്രാൻസ്പാരൻറ്റ് ഈ സെല്ലോ ടേപ്പില്ലേ, അതുപോലെയല്ല, കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ചൊരു പേപ്പർ മിക്സ് പോലെ തോന്നിക്കുന്ന സംഭവമാണ്. നല്ല സ്മൂത്തായിട്ട് ആ ഒരു ടിന്നിൻ്റെ പേപ്പറൊന്നും ഇളകാതെ തന്നെ നന്നായിട്ട് ഇളകി വരുന്നുണ്ടായിരുന്നു. ഇവിടെ കാറ്റുകൂടെ ഉണ്ട്, അതാണ് ഈ പട്ടത്തിൻ്റെ വാല് പോലെ അത് പറന്ന് കളിക്കുന്നത്. ഇനി നമുക്ക് ഈ മാർക്കറ്റഡ് ബൈ ലേബലൂടെ ഇളക്കാം കേട്ടോ. അതുകൂടെ ജസ്റ്റ് ആ ഒരു അടപ്പും ടിന്നുമായിട്ട് തൊട്ടിരിപ്പുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് ടിന്നിൻ്റെ അടപ്പ് തുറന്ന് നോക്കാമേ. അപ്പോൾ തുറന്നപ്പോൾ ഞാൻ പ്ലിങ് ആയിപ്പോയി, ശരിക്കും പ്ലിങ് ആയിപ്പോയി. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു ബട്ടർ പേപ്പറിൽ ഇങ്ങനെ അസോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുക്കീസൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. തുറന്നപ്പോൾ വെറുതെ കുറേ കുക്കീസ് പാക്കറ്റിൻ്റെ അകത്തിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. 2 കളറിലെ എയർഫിൽഡ് പാക്കറ്റ് ഉണ്ട്. ഒന്ന് ഒരു യെല്ലോ കളറ്, നല്ല ബ്രൈറ്റ് യെല്ലോ ആണ് കേട്ടോ. ഈ യെല്ലോ കളർ പാക്കറ്റിൽ ചോക്ലേറ്റ് കുക്കീസാണ് ഉള്ളത്. മറ്റേത് നല്ല റെഡ് കളറിലെ എയർഫിൽഡ് പാക്കറ്റാണ്. റെഡിൽ ഗോൾഡൻ സ്ട്രൈപ്സ് ഒക്കെ ഉണ്ട്. 2ലും ഹമ്മാസ് ഗോൾഡൻ ക്ലാസിക് ഫ്ലേവർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ റെഡ് കളറിലുള്ളത് ബട്ടർ കുക്കീസാണ്, യെല്ലോ കളറിലുള്ളത് ചോക്ലേറ്റ് കുക്കീസാണ്. 2ൻ്റെ പുറത്തുള്ള റൈറ്റിങ്സ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ യെല്ലോയുടെ പുറത്ത് റെഡ് കളറിലും അതുപോലെ തന്നെ റെഡിൻ്റെ പുറത്ത് ബ്ലാക്ക് കളറിലുമാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യം ഈ ബട്ടർ കുക്കീസ് പൊട്ടിച്ച് നോക്കാം. ഈ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ബട്ടർ കുക്കീസിനൊരു പ്രത്യേക മണമുണ്ട്, ഒരു കുക്കീസിൻ്റെ മണം. അത് നമുക്ക് ജസ്റ്റ് മൈൽഡായിട്ട് കിട്ടുന്നുണ്ട്. ഈ അറിയാമല്ലോ, യൂറോപ്യൻ കുക്കീസിൻ്റെയൊക്കെ മണം ഭയങ്കര ഷാർപ്പല്ല. ഈ ഇന്ത്യൻ ടേസ്റ്റ് പോലെ ഒന്നും ഷാർപ്പല്ല, എല്ലാം മൈൽഡാണ്. അപ്പം മൈൽഡായിട്ടുള്ളൊരു ബട്ടറിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് പൊട്ടിക്കുമ്പോഴത്തേക്കും. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയാണ്. ഒട്ടും ഈ അവിഞ്ഞു പോകുക എന്നൊക്കെ പറയും, തണുത്ത് പോകുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അതുപോലെയൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. എയർഫിൽഡ് പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ അതുകൂടെ വെച്ച് കാണിച്ചു തരാമേ. ഈ റെഡ് കളറിൻ്റെ അകത്തുള്ളതാണ് ഈ ബട്ടർ കുക്കീസ്. ഇനി നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മൈൽഡ് ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഒരുപാട് മധുരമില്ല, ഒരുപാട് ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കുക്കീസ്. പക്ഷേ അത് കുറച്ച് ഒരു എയർ ഫിൽഡാണ്. അതായത് നല്ല ബേക്ക് ചെയ്ത് വന്നിട്ടുള്ളതിൻ്റെ ആ ഒരു
ടെക്സ്ചർ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നോർമലി നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന കുക്കീസില്ലേ, നമ്മൾ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുക്കീസ്, അതിൻ്റെ ഒന്നും ഒരു ടേസ്റ്റ് ഇല്ല. ശരിക്കും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ്, വളരെ മൈൽഡായിട്ട് മധുരമുള്ള ഒരു കുക്കീസ് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചോക്ലേറ്റും കൂടെ കഴിച്ചു നോക്കാം. ചോക്ലേറ്റ് കുക്കീസ് വരുന്ന ഈ യെല്ലോ കളർ എയർ ഫിൽഡ് പാക്കറ്റിലാണ്. ആ എയർ ഫിൽഡ് പാക്കറ്റ് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചോക്ലേറ്റിൻ്റെ മണമൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇത് തുറന്നപ്പോഴത്തേക്കും ബട്ടർ കുക്കീസിൻ്റെ കിട്ടിയതുപോലെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നല്ല ചോക്ലേറ്റിൻ്റെ നിറം ഉണ്ടായിരുന്നു. അതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ബട്ടർ കുക്കീസ് ആയാലും നല്ല ഷേപ്പാണ്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട്, നമുക്ക് പൊട്ടിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ സംഭവം. ക്രഞ്ചി ആയിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. കുറച്ചൊരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ്. കുറച്ച് കയ്പുണ്ട്, ഭയങ്കര മധുരമില്ല. എന്നാൽ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. ഈ നോർമൽ ചോക്ലേറ്റിൻ്റെ കയ്പ് കുറച്ച് കൂടി നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ കാണുന്നത് പോലത്തെ ഒരു സ്വീറ്റ്നെസ് അതിനില്ല. നമുക്ക് കാണുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കും തോന്നുക. നമ്മൾ ബാക്കിയുള്ളതെല്ലാം കണ്ട് അങ്ങനെ ഒരു ജനറലൈസേഷൻ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ കുറച്ചൊരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ്. ഇത് മടുക്കത്തില്ല. അതാണ് ഈ രണ്ട് കുക്കീസിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഈ ഭയങ്കര മധുരമുള്ളത് അല്ലെങ്കിൽ ഭയങ്കര ഫ്ലേവർ ഉള്ളത് നമുക്ക് മടുത്തു പോവും. ഈ യൂറോപ്യൻ സ്റ്റൈൽ കുക്കീസിനൊന്നും അങ്ങനെ മടുപ്പ് വരത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കഴിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വീണ്ടും അതിൻ്റെ ടേസ്റ്റ് വായിൽ നിൽക്കുന്നതും കഴിക്കാൻ തോന്നുന്നതും. പിന്നെ ഒരു കാര്യം, ആ ഒരു ടിന്നിൻ്റെ പുറമേ പല രീതിയിലുള്ള കുക്കീസ് അവർ കൊടുത്തിരുന്നു. പല ഷേപ്പിലുള്ളത്, വളഞ്ഞത് പുളഞ്ഞത്, പൂവിൻ്റെ ഷേപ്പിലുള്ളത്, മുറുക്കിൻ്റെ ഷേപ്പിലുള്ളതൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അകത്താകെ കൂടെ ഈ രണ്ട് ഷേപ്പിലുള്ള കുക്കീസ് മാത്രമേ ഉള്ളൂ. ഷേപ്പ് എന്നല്ല, ഈ രണ്ട് കളറിലുള്ള കുക്കീസ്. ഷേപ്പ് എല്ലാത്തിൻ്റെയും ഒരുപോലെയാണ് കേട്ടോ. കണ്ടോ നോക്കിയേ, പൂവ്, മുറുക്കിൻ്റെ ഷേപ്പ്, വട്ടം വീണ്ടും പൂവ്. ഇതിൽ പൂവും ഇല്ല മുറുക്കും ഇല്ല, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഒരു പരീക്ഷണം നടത്തി നോക്കുവാണ്. ബട്ടർ കുക്കീസിൻ്റെ കുറച്ചും ചോക്ലേറ്റ് കുക്കീസിൻ്റെ കുറച്ചും എടുത്ത് ഒരുമിച്ച് വായിലിട്ട് ചവച്ച് നോക്കിയാൽ എങ്ങനെയിരിക്കും എന്ന്. അത് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം രണ്ടിനും പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. പക്ഷേ എന്നാലും ആ ചോക്ലേറ്റിൻ്റെ ഒരു ഡാർക്ക് ടേസ്റ്റും ബട്ടർ കുക്കീസിൻ്റെ ടേസ്റ്റും കൂടെ വന്നപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഡാർക്ക്നെസ് കുറഞ്ഞിട്ട്, ആ ഒരു കയ്പ്പ് കുറഞ്ഞിട്ട് ബട്ടറിൻ്റെ കുക്കീസോടെ ചേരുമ്പോൾ കൊള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചു തീർന്ന ഒഴിഞ്ഞ പാക്കറ്റുകൾ. 2 മഞ്ഞയും 2 ചുവപ്പും. ഞാൻ ശരിക്കും ഇവിടെ തപ്പി നോക്കുന്നത് ആ ടിന്നിന് പുറമേയുള്ള എന്തെങ്കിലും ഷേപ്പിലുള്ള കുക്കീസ് ഇതിൻ്റെ ഇടയിലെങ്ങാണ്ടെങ്കിലും ഒളിച്ച് കിടക്കുന്നുണ്ടോ എന്നാണ് കേട്ടോ. ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുവാണെങ്കിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ എല്ലായിടവും ഒന്നും കണ്ടിട്ടില്ല, ആസാദി മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ വേറെയുള്ളിടത്തൊക്കെ കാണും, ഈ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുമായിരിക്കും. സോ ടേക്ക് കെയർ, ബൈ ബൈ, വീണ്ടും കാണാം.